ഹലോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ മാമൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഏട്ടൻ എനിക്ക് തന്നതാണ് ഈ പീക്കോക്കിൻ്റെ സ്റ്റിക്കേഴ്സ്. ഈ സ്റ്റിക്കേഴ്സ് ചുമരിൽ ഒട്ടിക്കാനുള്ളതാണ്. ഇവിടെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പൂമ്പാറ്റയുടെ അടുത്ത് ഒട്ടിക്കേണ്ടത്. അവിടെ എങ്ങനെയാണ് ഒട്ടിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരെണ്ണം ഞാൻ ഇത് സെലക്ട് ചെയ്യും. അത് ലാസ്റ്റ് വന്നാണ്. നമുക്ക് നോക്കാം, പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കാം. ഇത് നമ്മൾ പുറത്തെടുത്ത് ഇങ്ങനെയല്ല പറിക്കേണ്ടത്. എൻ്റെ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. ഞാൻ സ്റ്റാൻഡ് എടുക്കാം, കുട്ടി സ്റ്റാൻഡ്. ഇതൊന്ന് വലിപ്പം കൂട്ടാം, എങ്ങനെ വേണേലും വെക്കാം. പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ഒരിക്കലും പറിക്കരുത്. ഈ സൈഡിൽ നിന്ന് മറ്റേ കവായ് സ്റ്റിക്കറില്ലേ, കവായ് സ്റ്റിക്കർ പറിക്കും പോലെ ഇങ്ങനെ സാവധാനം പറിച്ച് കൊടുക്കണം. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കീറും. എൻ്റെ അടുത്തും ചെറുതായി കീറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അത് നോക്കാതെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവിടെ ഒട്ടുന്നുണ്ട് കയ്യിൽ. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റിൽ ഒരെണ്ണം നമ്മൾ എടുത്തു. ഇതാ, ഇനി നമുക്ക് അവിടെ ഒട്ടിക്കണം. ഞാൻ എങ്ങനെ ടെക്നിക്കൊക്കെ ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഹൈറ്റ് കൂട്ടാം. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. സൈഡിലോട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ ഒട്ടുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് കയറിയത്. അപ്പം ഞാൻ പൊക്കം കൂട്ടിയിട്ട്, ഈ സ്റ്റാൻഡിൻ്റെ പൊക്കം നന്നായി കൂട്ടിയിട്ട് ആ താഴെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഭംഗി ഇനിയും പൊന്തിക്കാൻ പറ്റും. ഞാനിപ്പോൾ എത്രയും വിധത്തിലാണ് നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടി പൊക്കാലോ. അയ്യോ, ഞാൻ ടൈറ്റിലേക്കാണ്. ഇത് പൊക്കം കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഭംഗി ആവശ്യമില്ല. ഓ, എൻ്റെ കൈ തന്നെ എത്തുന്നില്ല. സ്റ്റെപ്പിൻ്റെ താഴെ ആയതുകൊണ്ടാണ് കൈ എത്തുന്നത്. ഫോൺ ഇങ്ങനെ വയ്ക്കാതാകുമ്പോൾ
ഞാൻ പേടിച്ചു പോയി. താവാത്ത എന്തുവാ? താവുന്നില്ലല്ലോ. ഞാൻ ടൈറ്റാണോ നോക്കിയത്? ആണോ? പേടിച്ചു പോയോ? ആ ആരുമല്ല, ഞാൻ വീഡിയോയിൽ പറയുക. ഇപ്പോൾ തന്നെ വീണേ. എനിക്ക് സങ്കടമായി കാര്യം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒത്തരം കൂടി ഒട്ടിച്ചാലോ എന്നാണ് എൻ്റെ ഡൗട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ. ഇത് ഒട്ടിച്ചാലോ? അല്ല, ഇത് എനിക്ക് ഒട്ടിക്കാൻ തോന്നുന്നില്ല. നമുക്ക് വേറെ സ്റ്റിക്കർ ഇട്ടാം. പാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ജേണലിൻ്റെ ഒരു കളർ, ആ കളർ പോലെ. അല്ലല്ലല്ല, ഒരു മിനിറ്റ്. ഇത് കണ്ടോ? ഇത് എനിക്ക് കാണുന്നില്ലല്ലേ. ഞാൻ താഴെ കൊണ്ടുപോയി സ്കെച്ച് കളറാക്കിയിട്ട് കാണിച്ചു, ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് അങ്ങനെ ആക്കി കാണിച്ചു തരാം. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓ, ഇത്രയും ചെറുതായി പോയോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു വര, ചെറിയ വര കാണുന്നില്ലേ ഈ വീഡിയോയിൽ? ഇപ്പോൾ എനിക്ക് ആ ക്യാമറ ഊരാം. കണ്ടോ? കാണുന്നില്ലല്ലേ? അതാ ചെറിയ വര. ഞാനൊന്ന് സ്കെച്ച് എടുത്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു വര ഞാൻ വരച്ചിട്ടുണ്ടോ? ഇവിടെ നന്നായി കാണുന്നുണ്ടല്ലേ? കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ട്. കറണ്ട് പറ്റിച്ച് ഗൈസ്, കറണ്ട് പറ്റിച്ച്. കറണ്ട് പോയി. എമർജൻസി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു. നമ്മളുടെ വര ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇവിടേക്കുള്ളത് ഇവിടെ തെളിയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കണം. കാണുന്നുണ്ടോ? ഒരു ചെറിയ വര ഉണ്ടോ? ഒരു വര. അത് നോക്കിയാണ് അച്ച ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കാണുമ്പോൾ കുറേ നന്നായിട്ട് കാണുന്നുണ്ട്. പകുതി ഞാൻ ചെയ്യുന്നില്ല. ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതെങ്ങനെയാണെന്നൊക്കെ വലുതാവുമ്പോൾ എനിക്ക് കാണണ്ടേ. ഞാൻ ഇങ്ങനെ ഒരു പിശുക്കത്തിയാണ് ഗൈസ്. കറണ്ട് വന്നാ അയ്യോ, ഞാൻ ക്യാമറ ഇപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കുകയാണ്. കാരണം 2 വരി കൂടിയേ ഉള്ളൂ. ഇപ്പോൾ 9:40 ആയിട്ടുണ്ട്. ഒരു 11 എനിക്ക് ആക്കണം. ഈ പൂവും കൂടി ചെയ്യാനാണ് ഞാൻ വെച്ചത്. നേരത്തെ ചെയ്യേണ്ടതാണ്, പക്ഷെ ബാക്കി ഞാൻ ചെയ്യുന്നില്ല. ഈ ഭാഗം ഞാൻ തീർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇവിടെ വോട്ടെടുപ്പിൻ്റെ എന്താ പറയുക രോഹിണി സൗണ്ട്സ്, ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള രോഹിണി സൗണ്ട്സിൽ നിന്ന് വോട്ടെടുപ്പിൻ്റെ ഓരോരോ ജീപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അതാണ് ഈ സൗണ്ട്. 10:40 മിനിറ്റ്. ഓ, ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു കോസ്റ്റ്യൂമായ ഒരിതാണ്. ഇങ്ങനത്തെ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിലാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? കുറച്ച് കാണുന്നില്ലേ? ഞാൻ ചെയ്തത് ഇതാണ്. ഇത് കോപ്പി ചെയ്ത് വരച്ചപ്പോൾ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ഒരു ചതുരക്കട്ട പോകുന്നത് സാധനം ഒന്ന് വരച്ചോക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുന്നത് കാണിച്ചു തരാം. എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതാ ഇവിടെ ഒരു ഫ്ലവറും കൂടി ഉണ്ട്. ഞാൻ വരച്ചത് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 1 മണിക്കൂറാവും. 13 മനസ്സിലായില്ല. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. ഇതിഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. ഒക്കെ ചെയ്തോളൂ.